ചെന്നിത്തല സ്വദേശിയായ അലക്സാണ്ടറുടെ ജീവിതാനുഭവങ്ങളാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുന്നത്. പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്ന അലക്സാണ്ടർ അസാധാരണ ആത്മീക അനുഭവങ്ങൾക്കാണ് സാക്ഷിയായത്. ഇരുളിൻ്റെ വഴികളിൽ സഞ്ചരിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവപ്രകാശമായി ക്രിസ്തുവേശുവിൻ്റെ തേജസ് ഉദിച്ചുയർന്ന അനുഭവം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും 7 പേരിൽ ഏറ്റവും ഇളയവനെ ഞാൻ ജനിച്ചു, വളർത്തപ്പെട്ടു. എൻ്റെ 1.5 വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. കലാലയ ജീവിതത്തിൽ തന്നെ എനിക്ക് രാഷ്ട്രീയത്തോടുള്ള അതീവ താല്പര്യമായിരുന്നു. അങ്ങനെ ആ രാഷ്ട്രീയത്തിൽ മുൻപോട്ട് പോകുവാൻ ഇടവന്നു. അതിനാൽ എൻ്റെ വിദ്യാഭ്യാസം മുരടിച്ചു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠൻ മിലിറ്ററിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എന്നെ നാട് കിടത്തുകയും അതിനുശേഷം ഞാൻ ഭവനത്തിൽ നിൽക്കുവാനോ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുവാനോ ഒന്നും ഇടയാകാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങുവാനൊക്കെ ഇടയായി. അതിന് ജോലി ചെയ്യുവാനിടയായി. അതിനുശേഷം ഞാൻ 1993 കുവൈറ്റിലേക്ക് വിസ കിട്ടി. അങ്ങനെ ഞാൻ കുവൈറ്റിലേക്ക് ചെന്നു. അവിടെയും ഹല്ലേലൂയ, ദൈവം എന്നെ നടത്തിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ അവിടെയും വിശ്വസിക്കാതെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായി. ഞാൻ 96 നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ 2000 റിസൈൻ ചെയ്ത് വീണ്ടും നാട്ടിൽ വന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടും ദൈവത്തെ അറിഞ്ഞില്ല. എന്നാൽ 2 കുഞ്ഞുങ്ങളെ തമ്പുരാൻ തന്നതിന് ശേഷം 2005 ഞാൻ വീണ്ടും ബഹ്റിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുവാനിടയായി. എൻ്റെ ശരീരത്തിന് അല്പമല്ലാത്ത പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ എന്നോട് എൻ്റെ കാലിനൊക്കെ, എൻ്റെ മുട്ടിന് അതിഭയങ്കരമായ വേദന വന്നു. ഞാൻ കുറച്ച് നടക്കുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുവാനിടയാകും. അങ്ങനെ വിളിച്ച് എന്നിട്ടും ഒന്നും ദൈവത്തെ വിളിക്കുവാനോ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുവാനോ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനോ ഒന്നും ഇടയായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ ബാറൊക്കെ ഉണ്ടായിരുന്നു. ആ ബാറിലുള്ള കാര്യങ്ങളൊക്കെ ആ കൂട്ടുകാരോടൊത്ത് വൈകുന്ന സമയങ്ങളിലൊക്കെ ലഹരിക്ക് അടിമയായി മുൻപോട്ട് പോകുവാനൊക്കെ ഇടയായി. എന്നാൽ തമ്പുരാൻ യേശു ക്രിസ്തു, ഞാൻ വിശ്വസിക്കുന്നു, 2006 ജൂലൈ 28 രാവിലെ ഉണർന്നിരിക്കുമ്പോൾ പകൽ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് പ്രകാശഗോളം റൂമിലോട്ട് ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. ആർത്തുപാടി ഘോഷിച്ച് ആനന്ദിക്കുന്ന സഭയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവിടെ നിനക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താമെന്ന് അങ്ങനെ ചോദിച്ചു പറഞ്ഞ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയിലേക്ക് കടന്നു ചെല്ലുവാൻ സ്വർഗം ഇടയാക്കി. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ സാക്ഷി പറഞ്ഞപ്പോൾ, ടി തങ്കച്ചയനാണ് അന്ന് അവിടുത്തെ പാസ്റ്റർ. അദ്ദേഹം ആശീർവാദം പറയുന്നിടം വരെ സാക്ഷി പറയുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിനുശേഷം സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 ഞാൻ ജലത്തിൽ സ്നാനമേൽക്കാൻ സ്വർഗം എന്നെ ഇടയാക്കി. അതിനുശേഷം 2 വർഷങ്ങൾ കഴിയുമ്പോൾ സ്വപ്നത്തിൽ കൂടി എനിക്ക് തമ്പുരാൻ ഒരു ദർശനവും കൂടെ തന്നു. അതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ വലിയൊരു അനുഭവം. ഞാൻ ആ വലിയൊരു ചേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കിണറിനകത്ത് അകപ്പെട്ട് കിടക്കുക. ആ കിണറിനകത്ത് വെള്ളമല്ല, ചെളിയാ. അതിഭയങ്കരമായ ചെളിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് ഞാൻ താന്ന് പോകുക. എനിക്ക് മേലോട്ട് കയറുവാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബക്കാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ വന്ന് എനിക്കൊരു കയറിട്ട് തന്നെങ്കിലും ആമേൻ ഹല്ലേലൂയ, എനിക്കതിൽ പിടിച്ച് മുകളിലോട്ട് കയറുവാൻ പറ്റാതെ വന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ വീണ്ടും താഴോട്ട് തിന്നി മാറുമ്പോൾ ഈ മുകളിൽ ഒരു കരം, ആമേൻ, ആ കിണറിൻ്റെ മുകളിൽ വലിയൊരു കരം പ്രത്യക്ഷപ്പെടുവാനിടയായി. ആ കരത്തിൽ നിന്ന് ആ ഒരു ആണിപ്പഴുതുള്ള കരങ്ങളുണ്ടായിരുന്നു. ആ കരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എൻ്റെ വലത്തെ കൈ വീണപ്പോൾ ആ കയ്യിലെ ചേളി മൊത്തം അത് മാറുവാനും എനിക്ക് ആ കയറിൽ മുറുകെ പിടിക്കുവാനും എനിക്ക് കൃപ തന്നു. എന്നിട്ട് ആമീൻ ആ കൈ ആ കിണറ്റിലോട്ട് ഇറങ്ങി എൻ്റെ വലതുകരം പിടിച്ച് എന്നെ മേളോട്ട് ആ കിണറ്റിൻ്റെ കരയിൽ നിർത്തി. തമ്പുരാൻ എന്നെ വിളിച്ച് കരയിൽ നിർത്തിയതിന് ശേഷം അനേകരെടുക്കെ തമ്പുരാൻ തന്ന ആ വെളിച്ചത്തെപ്പറ്റി
ഹല്ലേലൂയ, ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബഹറിൻ്റെ പ്രദേശങ്ങളിൽ ക്യാമ്പുകളിൽ അനേക ക്യാമ്പുകളിൽ കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആശ്രയമില്ലാതെ കിടക്കുന്നവരെടുക്കുകയൊക്കെ ചെന്ന് ദൈവത്തെപ്പറ്റി പറയുവാൻ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ അവരെടുക്കെ ചെന്ന് സാക്ഷി പറയുവാൻ, അവർക്ക് ഈ ദൈവത്തെപ്പറ്റി പറയുവാൻ, പറഞ്ഞ് മനസ്സിലാക്കുവാൻ സ്വർഗം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അനേക ഹല്ലേലൂയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെടുക്കെ ചെന്ന് അവരെടുക്കെ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം, ഈ ഹല്ലേലൂയ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ഇതിൽ നിന്നൊന്നും മാറ്റണം, നിങ്ങൾക്കൊരു മാറ്റം വേണം. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശരീരത്തിന് ക്ഷീണമാണ്, പലവിധമായ അസുഖങ്ങളാൽ, മാരകങ്ങളാൽ, ക്യാൻസർ, അങ്ങനെയുള്ള ഹല്ലേലൂയ പലവിധമായ അസുഖങ്ങളാൽ ഭാരപ്പെടും. അങ്ങനെയൊക്കെ അവരെടുക്കെ പറയുവാൻ ഇടയായിട്ടുണ്ട്. അവരെടുക്കെ ഞാൻ പറയും, ഇത് നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും പറയത്തില്ല. എന്നാൽ എനിക്ക് തന്നിരിക്കുന്ന തമ്പുരാൻ തന്നിരിക്കുന്ന വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ ഹല്ലേലൂയ ആ ഇതിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ഇത് വിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അവരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരെയും അതിനനുസരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ പോയി ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എനിക്ക് വചനമായിട്ട് നിൽക്കുവാനല്ല, പ്രാർത്ഥിക്കുവാൻ, അനേക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ സ്വർഗം എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം പകരുവാൻ തമ്പുരാൻ തന്ന വെളിച്ചം, അതെ ഹല്ലേലൂയ, ഈ ലോകത്തിൽ അനേകർ വെളിച്ചമില്ലാതെ കിടക്കുമ്പോൾ, ഇരുട്ടിൽ ആശ്രയിക്കുമ്പോൾ, ഇരുട്ടിൽ കിടക്കുമ്പോൾ അവരെയെല്ലാം ദൈവത്തിൻ്റെ ആ വെളിച്ചം തന്നിരിക്കുന്ന വെളിച്ചം അവരിലേക്ക് പകരുവാനാണ് തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. ആ വെളിച്ചം അവരിലേക്ക് പകരുവാൻ അവരെ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്രേ വിളക്ക് കത്തിച്ച് വെക്കേണ്ടതാണെന്ന്. ഹല്ലേലൂയ, തമ്പുരാൻ അടിയന് തന്നിരിക്കുന്ന ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ സ്വർഗമേ സഹായിച്ചതിനാൽ തമ്പുരാന് നന്ദി അറിയിക്കുന്നു. ഈ ദേശങ്ങളിൽ, അതേപോലെ തന്നെ ബഹറിൻ പ്രദേശങ്ങളിൽ അവിടെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ സാധിച്ചു. മുട്ടൻ ഗീവർഗീസ് എന്ന് പറഞ്ഞ വലിയൊരു അപ്പച്ചനുണ്ട്. അഴിലേറും ജീവിതം അരിവിൽ നിന്നൊക്കെ പാടിയ പാട്ട്, എന്താനന്ദം എന്താനന്ദം എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ എഴുതിയ ആ മുട്ടൻ ഗീവർഗീസിൻ്റെ മകൻ ബോസ് വർഗീസ് എന്ന് പറഞ്ഞ ആ പാസ്റ്റർ ഒന്നിച്ച് ഞങ്ങൾക്ക് ബഹറിൻ പ്രദേശങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കൃപ തന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരുക്ക് അവിടെ ഒരു ചർച്ച് രൂപീകരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഹല്ലേലൂയ ആത്മീയമായി വളരുവാൻ സ്വർഗം ഒരുപാട് കൃപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ തമ്പുരാൻ തന്നു. മകനിപ്പം ഹല്ലേലൂയ ഖത്തറിൻ്റെ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നു. മകൾ ഇൻഡോറിൻ്റെ ഹല്ലേലൂയ പ്രദേശത്ത് ഹല്ലേലൂയ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരന്മാരുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിലും അതുപോലെ തന്നെ ബാക്കി വരുന്ന പ്രദേശങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തെപ്പറ്റി ഉയർത്തി കാട്ടുവാൻ സ്വർഗമേ സഹായിച്ചതിനാൽ വളരെ നന്ദി അറിയിക്കുന്നു. ഈ ഹല്ലേലൂയ ഞങ്ങൾ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വസിച്ചാൽ തമ്പുരാൻ്റെ മഹത്വം കാണാമെന്ന. ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, വിശ്വാസത്തോട് തമ്പുരാനോട് നമ്മൾ അറിയിച്ചാൽ, വിഷമത്തോട് തമ്പുരാനോട് നമ്മൾ അറിയിച്ചാൽ തമ്പുരാൻ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു കർത്താവേ ആമേൻ ഹല്ലേലൂയ ഒരു സ്ത്രീയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അവളുടെ ശരീരത്തിൽ ഹല്ലേലൂയ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ തമ്പുരാൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതാ, വിശ്വാസത്താൽ ആ ഹല്ലേലൂയ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും അടുപ്പിക്കുവാൻ ഹല്ലേലൂയ അടുക്കുവാൻ പറ്റാതെ ദൂരെ മാറി നിർത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ യേശു തമ്പുരാന് ഹല്ലേലൂയ അവളുടെ രോഗം സൗഖ്യമാക്കുവാൻ അവളുടെ വിശ്വാസത്തിൽ ആ തമ്പുരാൻ്റെ യേശു തമ്പുരാൻ്റെ തോങ്ങൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നുവെങ്കിൽ നമുക്കും ഓരോരുത്തർക്കും വിശ്വസിച്ചാൽ തമ്പുരാൻ്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തമ്പുരാനെ വിശ്വസിച്ചാൽ രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിയും. ഒരു സ്ഥലങ്ങൾക്ക് പരിധിയില്ല. എൻ്റെ ദൈവത്തിന് ഒരു സ്ഥല പരിധിയില്ല. ആ ഏത് സ്ഥലമായിരുന്നാലും തമ്പുരാൻ ഹല്ലേലൂയ അവിടെ സൗഖ്യദായകനാണ്. ആമേൻ ഹല്ലേലൂയ. ഒരു ജാതി ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ ഒരു കളർ ദൈവത്തിൻ്റെ ഒരു പ്രശ്നമല്ല. എന്നാൽ തമ്പുരാൻ ഹല്ലേലൂയ
ഒന്ന് ഹാലലിയ നോക്കിയാൽ മതി. ആ ദൈവം സൗഖ്യം തരുവാൻ സൗഖ്യദായകന. ആമേൻ. ഹാലലിയ ദൈവത്തിൻ്റെ ഹാലലിയ ആ വലിയ വിശ്വസ്തയോടെ നമ്മൾ നിന്നാൽ, ഹാലലിയ ആ വിശ്വാസത്തോടെ ഹാലലിയ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ, തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അത്ഭുതമായി വിടുവിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തന. നമ്മുടെ ബൈബിൾ തുടങ്ങുന്നത് ഇങ്ങനെ, എന്തുവാ? ആദിയിൽ വചനം. ഹാലലിയ ആദിയും വചനം ഉണ്ടായിരുന്നു. ഹാലലിയ ദൈവം. ആമേൻ. ഹാലലിയ തുടക്കത്തിൽ ആ രണ്ട് വാക്ക് തന്നെ പറയട്ടെ, ആദിയിൽ വചനം. ആദിയിൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഹാലലിയ നമ്മളെ നടത്തുന്നത് പിന്നെ ദൈവമായിരിക്കും. ആ വചനമെന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് ഒരു പ്രയാസങ്ങളോ ഒരു ഭാരങ്ങളോ വരുവാനിടയാകത്തില്ല. തമ്പുരാൻ നമ്മുടെ കൂടെ വേണം. ആദിയിൽ ഏത് വിഷയങ്ങൾ നമ്മൾ തുടങ്ങിക്കോ, ആ വിഷയങ്ങൾക്ക് ആദ്യമായി തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് നല്ല ശുഭമായിരിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാലലിയ ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നടത്തുന്നതെല്ലാം ദൈവമായിരിക്കും. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കുറയരുത്. 61 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ. ദാവീദ് പറഞ്ഞതാണ്, ഒരേ ഹാലലിയ ഇസ്രായേൽ ഗോത്രങ്ങളുടെ രാജാവായ ദാവീദ് പറയുക, എൻ്റെ നിലവിളി കേൾക്കണമേ. നിലയില്ലാതെ ഹാലലിയ നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വിളിക്കുമ്പോഴാണ്, എൻ്റെ ദൈവത്തെ വിളിക്കുമ്പോഴാണ് നിലവിളി എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തെ നിലവിളിച്ചാൽ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുവാൻ കഴിവുള്ളൊരു ദൈവമാണ് സർവശക്തനായ യേശു ക്രിസ്തു. ആമേൻ. വിളിപ്പുറത്ത് വരുന്ന ദൈവമാണ് യേശു ക്രിസ്തു. വാക്കു മാറാത്തവനാ യേശു ക്രിസ്തു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ യേശു ക്രിസ്തു. ആ ദൈവം ഇന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. രോഗത്തിന് സൗഖ്യം തരുന്ന ദൈവമാണ്. മാറാനാഥനാണ്. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും ജീവിക്കട്ടെ. എന്നും എന്നേക്കും ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറ്റിയിരുന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപ ദൈവം തമ്പുരാൻ നൽകട്ടെ. എനിക്ക് തന്ന ഈ വെളിച്ചം ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർക്കും കൊടുക്കാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ വീണ്ടും അനേകർക്ക് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഓരോരുത്തരെ വിളിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തുവാൻ തക്കവണ്ണം അടിയനെയും വീണ്ടും എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് കൂട്ടായ്മയുണ്ട്. സമയം നോക്കാറില്ല, പരിധികൾ നോക്കാറില്ല, ആരുടെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാറില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അബ്ബാ പിതാവേന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം തന്ന ദൈവം ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനാ നമ്മുടെ കൂടെ ഇരിക്കുന്ന. വിശ്വസിച്ചാൽ തമ്പുരാൻ്റെ മുഖത്തം കാണാം. ആമേൻ ഹല്ലേലൂയ. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഹല്ലേലൂയ രോഗസൗഖ്യങ്ങൾ കണ്ട് സന്തോഷിച്ചവനാ ദൈവം. അതിനെല്ലാം അടിയന് കൃപ തന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഹല്ലേലൂയ ഇൻഡോറിൻ്റെ പ്രദേശങ്ങളിൽ കടന്നു ചെന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനായിരുന്ന എന്നെയും അവിടെ ഒരു രോഗസൗഖ്യത്തിന് തമ്പുരാൻ കൃപ നൽകി. ആമേൻ. അവരുടെ കുടുംബത്തിൽ ഹല്ലേലൂയ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രയാസപ്പെട്ട ഒരു കുഞ്ഞ് ഹല്ലേലൂയ ഭാരത്താൽ വലിഞ്ഞ് അവർ കർത്താവെ ആ കുഞ്ഞിന് കരച്ചിലടക്കാൻ കഴിയത്തില്ല. അവർ പല ആശുപത്രിയിലും കടന്നു ചെന്നു. എന്നാൽ അതിനൊന്നും വിടുതലില്ലാതിരിക്കുന്ന സമയത്താണ് ആ ഇൻഡോറിൻ്റെ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നതും മോനച്ചൻ പാസ്റ്റർ ഞങ്ങളെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാൻ. 3 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് എന്തും വേണ്ടി കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പരിശുദ്ധ ആത്മാവ് പറഞ്ഞതനുസരിച്ച് അത് പ്രവർത്തിച്ചു. ഹല്ലേലൂയ അത് പ്രാർത്ഥിച്ചു കൊടുക്കുവാൻ ദൈവം കൃപ തന്നി. അത്ഭുതം ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾക്ക് തന്നെ അതിശയകരം വിധം കർത്താവ് അവിടെ ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തി. സെക്കൻഡുകൾക്കകം. അതൊരു വലിയ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവമാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി കർത്താവേ. അതുമാത്രമല്ല അനേകർക്ക് ഹല്ലേലൂയ വിടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം അടിയനെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ ബഹറിൻ്റെ പ്രദേശങ്ങളിൽ ഒരു ഹല്ലേലൂയ സിവിലിൻ്റെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ റിച്ച് ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് വർക്ക് ചെയ്ത് അതിന്
അവിടെ 3 മീറ്ററൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളമാണ്. ആ വെള്ളം വരാതെ വേണം അവർക്ക് അദ്ദേഹത്തിന് സിവിലിൻ്റെ വർക്ക് ചെയ്യാൻ. ആ വെള്ളം വന്നു കഴിഞ്ഞാൽ അതടിച്ച് കളയാനുള്ള മെഷീനറിയും അതിൻ്റെ മെഷീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതിന് പൈസ ചിലവാ. അതുകൊണ്ട് ഞങ്ങളെടുക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവേ. ആ സമയത്ത് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. അത് എനിക്ക് പോലും അറിയത്തില്ല. തമ്പുരാനോട് പറഞ്ഞത്, തമ്പുരാനെന്ന് പറഞ്ഞത് അണ കെട്ടി വെള്ളം നിർത്തിയിരിക്കുക, നിങ്ങൾ പോയി കുഴിക്കാൻ പറഞ്ഞു. അവിടെ അവർ അത് കുഴിച്ചതിന് ശേഷം 5 മീറ്റർ ആയിട്ടും വെള്ളമില്ലായിരുന്നു. ആ വെള്ളം അവർ അറബികളൊക്കെ വന്ന് ചോദിച്ചു, എന്താ ഡാനിയലേ ഇതിങ്ങനെ വെള്ളമില്ലല്ലോ, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞതാണ്, തമ്പുരാൻ അണ കെട്ടി നിർത്തിയിരിക്കുക. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ തമ്പുരാൻ ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ കൂടി അനേക സാക്ഷ്യങ്ങളുണ്ട്. അത് പറഞ്ഞാലൊന്നും തീരത്തില്ല. അതുപോലെ തന്നെ എന്നെ ഹല്ലേലൂയ എൻ്റെ ആ ചെറുപ്പത്തിൽ ഞാൻ ഭവനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉപദേശിമാർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്, രാഷ്ട്രീയപരമായിട്ടായതുകൊണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു ഉപദേശി വീട്ടിൽ നിന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി, ഞങ്ങളുടെ മണിയമ്മാമ പൈസ ഒക്കെ കൊടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, വേല ചെയ്ത് തിന്നുടായോ മനുഷ്യ, നല്ല ആരോഗ്യമുണ്ടല്ലോ, ഞങ്ങളും ഈ ദൈവത്തെ ആരാധിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ് കളിയാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടെ നിന്നൊക്കെ തമ്പുരാൻ ഇത്രത്തോളം അടിയനെ നടത്തി. ദൈവത്തെ വിട്ട് യാത്ര ചെയ്ത ലോകത്തിൻ്റെ വഴികളിൽ നിന്നും യേശുവിലേക്ക് വന്ന അനുഭവ കഥയാണ് അലക്സാണ്ടറുടെ ജീവിതം. ഇന്ന് 100 കണക്കിന് വ്യക്തികളോട് സുവിശേഷ സന്ദേശത്തെ പകർന്നു നൽകുകയാണ് അലക്സാണ്ടർ. കുവൈറ്റിൻ്റെ പ്രദേശങ്ങളിൽ ചെന്നപ്പോഴും ചിഹ്നത്തിലുള്ള സണ്ണി എന്ന് പറയുന്നൊരു കക്ഷി, സണ്ണിച്ചാൻ എന്ന് പറയുന്ന കക്ഷി, പുള്ളി ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം എന്നെ വന്ന് വിളിക്കുകയും പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തു. ആ സമയങ്ങളിലും അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഹല്ലേലൂയ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞ് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അന്നും അദ്ദേഹത്തെ ഞാൻ ഇറക്കി വിട്ടതാണ്. അതൊക്കെ കഴിഞ്ഞാണ് തമ്പുരാൻ എന്നെ വിളിച്ച് വേർപെടുത്തിയത്. തമ്പുരാൻ അറിയാം ഒരു മനുഷ്യനെ എങ്ങനെയാണെന്ന് കൊണ്ടുവരേണ്ടത്. ആ രീതിയിൽ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് ഞാൻ ഒരുപാട് ദൂരം ഞാൻ ഓടിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം എൻ്റെ കൂടെ എന്നെ നടന്ന് എന്നെ ചേർത്തുകൊണ്ട് ഹല്ലേലൂയ പല പ്രശ്നങ്ങൾ വന്നപ്പോഴുമൊക്കെ ഹല്ലേലൂയ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാനുള്ള അവസ്ഥകൾ വന്നപ്പോഴുമൊക്കെ തമ്പുരാൻ ഇവിടെ പുതുജീവൻ തന്ന് എന്നെ നിർത്തിയതിന് ഇതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ദൈവത്തെ കണ്ടുമുട്ടാനാ, ഇതാണ് ഏറ്റവും വലിയ ദൈവം, ഇതാണ് യേശു ക്രിസ്തു. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ തമ്പുരാൻ തന്ന വെളിച്ചം, ഓ ഹല്ലേലൂയ, ഇതുവരെയും ഹല്ലേലൂയ ആരെങ്കിലും ഈ വെളിച്ചം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ഈ സമയത്ത് നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം, കർത്താവേ ഈ വെളിച്ചം ഞങ്ങളിൽ ഒന്ന് പകരണം. ഹല്ലേലൂയ ഈ അവസ്ഥകൾക്ക്, ഞങ്ങളുടെ ഈ കാരാഗ്രഹത്തിലിരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണം. തമ്പുരാൻ ഞങ്ങൾക്കൊരു മാറ്റം തരണമെന്ന് തമ്പുരാനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഹല്ലേലൂയ ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടതയിൽ കൂടെ നടന്നിട്ടുണ്ട്. ബഹറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് 2007 നവംബർ മാസം 24 തീയതി എൻ്റെ സ്റ്റീൽ ഡോറിനിടയ്ക്ക്, ഞങ്ങളുടെ സ്റ്റീൽ ഡോറാണ് തുറക്കുന്നത് കമ്പനിയുടെ, അതിനിടയ്ക്ക് എൻ്റെ കൈ അകപ്പെട്ടു. അതിന് സ്റ്റോപ്പർ ഇല്ലായിരുന്നു. എന്നും വന്ന് തുറക്കുന്നത് ഞാനൊരു ഫാബ്രിക്കേറ്റർ ആയതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ ചെന്ന് എനിക്ക് ലേബോട്ട് ഇടിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാനത് ചെയ്യും. അതിനുവേണ്ടി ഞാൻ വെളുപ്പിനെ പോകുന്നത്. താക്കോല് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് തുറന്ന് ആ സ്റ്റീൽ ഡോറ് അവിടെ ഒരു ഹാൻഡിലുണ്ടായിരുന്നു, ഹാൻഡിൽ പിടിച്ചുകൊണ്ട് സ്റ്റീൽ ഡോറ് തള്ളിയതാണ്. പക്ഷേ താബൂക്കുമായിട്ട് കട്ടയായിട്ട് സെറ്റായിപ്പോയി. അപ്പോൾ അത് രണ്ട് വിരലെൻ്റെ പൊട്ടിപ്പോയി. പക്ഷേ അവർ 6:45 എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഹല്ലേലൂയ അവിടെ 3 ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് എന്നെ അവരവിടെ ഇരുത്തി. ഒരു ഫസ്റ്റ് എയ്ഡ് പോലും തരാതെ ഹല്ലേലൂയ രാത്രി 11:30 വരെ അങ്ങനെ ഇരിക്കുവാൻ ഹല്ലേലൂയ ദൈവം കൃപ തന്നെന്ന് പറയാം. അല്ലാതെ അന്ന് വിശ്വാസകോളത്തിൽ കടന്നു വന്നതാ. ദൈവമേ ഹല്ലേലൂയ എൻ്റെ കൂടെ ആ ബോസച്ചാൻ്റെ അമ്മാമ്മയുണ്ടായിരുന്നു, ആ ദാസിയുണ്ടായിരുന്നു, കുട്ടിദാസിയുണ്ടായിരുന്നു. അവർ പഞ്ഞി എടുത്തെൻ്റെ ഹല്ലേലൂയ കയ്യിൽ വെച്ച് തരും. ഈ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ 6:30 ഞാൻ സാധാരണ
ഞാൻ കമ്പനിയിൽ നിന്ന് വന്ന് 9 മണിക്ക് ആഹാരം കഴിക്കത്തുള്ളായിരുന്നു. അന്നൊന്നും കഴിക്കാതെ പോയിരിക്കുന്ന സമയമാണ്. 6:30 ഇത് സംഭവിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പറഞ്ഞ് ഒന്നും കഴിക്കരുത്, ഒന്നും കുടിക്കരുത്, വെള്ളം ഒന്നും കുടിക്കാതെ രാത്രി 11:30 വരെ ഞാൻ ഇരുന്നതിന് ശേഷം അവരെന്നെ കുത്തിക്കെട്ടിയത് 2 പേരിലും നശിച്ചു പോയി. അതിനുശേഷം അവർ വീണ്ടും എനിക്ക് 15 ദിവസത്തേക്കും കൂടെ പഴുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 15 ദിവസം കൂടെ കഴിഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യാം, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമുക്ക് പറ്റാതെ വന്നപ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ സ്വന്തം ടിക്കറ്റിൽ ഞാൻ കടന്നു വരുവാനിടയായി പരിമല ഹോസ്പിറ്റലിൽ വന്ന് അത് ഈ ഓപ്പറേഷൻ ചെയ്തു. 2 പേരിലും അത് കട്ട് ചെയ്തു. ആ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഇത് പഴുത്ത് ഇരുന്ന് ഹല്ലേലൂയ, ഇതിൻ്റെ ഒരു ശകലം പോലും പഴുപ്പ് ഈ അസ്ഥികളിൽ കയറിയിട്ടില്ല. ദൈവം എത്ര വലിയവനാ. അതിന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പ്രാർത്ഥനയുടെ ഫലമാണ്. ഇത് ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നതല്ല, ഞങ്ങളുടെ ഒരു സഭയുണ്ട്, ഞങ്ങളുടെ ഒരുപാട് സഹോദരന്മാരുണ്ട്, ഞങ്ങളുടെ ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അത് പഴുപ്പ് കയറാതിരുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാൽ അത് നന്മയ്ക്കായിട്ട് വ്യാപരിച്ചെന്ന് പറയുന്നത് പോലെ ഇത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ ആ സൈപ്രസിൽ എഞ്ചിനീയർ എൻ്റെ അടുക്ക വിളിച്ച് ചോദിച്ചു, നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്യാം, കാരണം എൻ്റെ കുടുംബത്തെ എനിക്ക് പോറ്റണ്ടായോ, ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കൂടുതലൊന്നും ചെയ്യണ്ട, നീ ലേബോട്ടടിക്കുകയും നീ അതിൻ്റെ ചാർജൻറ്റിൻ്റെ പണികളും ബാക്കിയുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയും അതിൻ്റെ ഹല്ലേലൂയ മെത്തേഡുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ മതി, നീ വലിയ കട്ടിപ്പണികളൊന്നും ചെയ്യണ്ടെന്ന് പറയുവാനും ദൈവം എനിക്ക് കൃപ നൽകി. ആമേൻ, ഹല്ലേലൂയ. അതാ ഹല്ലേലൂയ, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ എൻ്റെ കൈ ഇന്നതുപോലെ സംഭവിച്ചു, ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലെന്നെങ്കിലോ ഹല്ലേലൂയ, എന്നാൽ ദൈവത്തെ ഒന്നും കൂടെ മുറുകെ പിടിക്കുവാനിടയായി. ഞാൻ വിശ്വാസകുളത്തിൽ സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ റൂമിലുള്ള മറ്റൊരു കക്ഷി, ഞാൻ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് കടന്നു വരുമ്പോൾ രാത്രി 10 മണിയായി. 10 മണി കഴിഞ്ഞ് ഞാൻ കടന്നു വന്ന് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോൾ ഒരാൾ മദ്യം ഒഴിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചിട്ട് ചോറുണ്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, ഞാനിപ്പോൾ ഇതെല്ലാം നിർത്തിയതാ, എനിക്കിതൊന്നും വേണ്ട, ഞാനിതെല്ലാം വിട്ടു, നിങ്ങളും ഇത് വിടണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞില്ല, നീ ഇത് കഴിച്ചില്ലെങ്കിൽ നിൻ്റെ തലയിൽ കൂടെ കോരി ഒഴിക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ്, എനിക്ക് ഈ ഫുഡും വേണ്ട, ഞാനതെല്ലാം കൂടെ കബഡിനകത്ത് വെച്ച് അടയ്ക്കാൻ പോയപ്പോൾ അടുത്ത കിച്ചണിൽ നിന്നൊരു കക്ഷി എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ല, അവൻ നിർത്തിയതല്ലേ നീ? അന്നേരം പറഞ്ഞു, അല്ല, ഇവനെല്ലാം കബോർഡിൽ വെച്ച് കഴിക്കുക, ഇവൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ സർവശക്തനായ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിൽ ഹല്ലേലൂയ പുതിയൊരു പേരും എനിക്ക് തമ്പുരാൻ തന്നു. അച്ചായ എന്ന പ്രായഭേദമന്യേ എല്ലാവരും അച്ചായ എന്നാ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു പേര് തമ്പുരാൻ തന്നു. അനേകരുടെയൊക്കെ അവരെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹല്ലേലൂയ വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീനിയുണ്ട്, നമ്മുടെ നേപ്പാളിയുണ്ട്, ബംഗാളിയുണ്ട്, പലരും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള പല വ്യക്തികളുണ്ട്. അവരെല്ലാം എന്നെ കാണുമ്പോൾ അവർ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മാറിക്കളയും. അവരുടെയൊക്കെ എല്ലാം ഞാൻ പോയി സുവിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞ നല്ല വർത്തമാനം. ഹല്ലേലൂയ. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെപ്പറ്റി, ദൂഷ്യവശങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു മനസ്സിലാക്കുവാൻ തമ്പുരാൻ എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും ദൈവമാ. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. എപ്പോഴും പറയുവാൻ, ഏത് കഷ്ടങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, പരിശോധനകൾ വരട്ടെ, ഭാരങ്ങൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, തമ്പുരാന് കഴിയാത്തതായ ഒന്നുമില്ല. തമ്പുരാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. എന്നെ ഇത്രത്തോളം നടത്തി എൻ്റെ ജീവിതം. ഹല്ലേലൂയ. 2019 ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാൻ ഇടയായി. എല്ലാവർക്കും അറിയാം, 2019 കോവിഡിൻ്റെ കാലഘട്ടമാണ്. അന്ന് എൻ്റെ വിസ ഓഗസ്റ്റ് മാസം 6-ാം തീയതി തീരും. അന്ന് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. 11-ാം തീയതി ഫ്ലൈറ്റുകളെല്ലാം ഓപ്പണായി. എന്നാൽ അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച കാലഘട്ടങ്ങളുണ്ട്. എൻ്റെ മകൻ എൻജിനീയറിങ്ങിന് ചേർന്നതേ ഉള്ളൂ, അവന് ഫീസ് കൊടുക്കണം. മകൾ ഹല്ലേലൂയ
+1 ചേർന്നതേ ഉള്ളൂ, അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. എന്നാൽ ഹല്ലേലൂയ അവിടെ എല്ലാം തമ്പുരാൻ മാനിച്ചു. അത് ഞാൻ ദൈവത്തെ വിളിച്ചതുകൊണ്ടാണ്, ദൈവം എന്നെ ഇറക്കി വിട്ടതുകൊണ്ടാണ്. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവം എൻ്റെ ചെറുക്കൻ്റെ പീസ് കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് അവിടെയും ഒരു വ്യക്തിയെ ഒരുക്കി. ഞങ്ങളുടെ ഹല്ലേലൂയ അതിനുള്ള വഴികൾ തമ്പുരാൻ തുറന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ എൻ്റെ വൈഫിൻ്റെ ഉപ്പാപ്പൻ ഹല്ലേലൂയ ആ എല്ലാ വർഷവും കൊടുക്കുവാനുള്ള പീസുകൾ കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ കുരുടി ഞങ്ങൾക്ക് നാളെ ഇന്ന ആഹാരം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ആഹാരം ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ തമ്പുരാൻ തന്നിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറന്നു തരുന്ന ദൈവം, അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഏലിയാവിനെ ഹല്ലേലൂയ കാക്കയെ കൊണ്ടുപോറ്റിയ ദൈവം അതനുഭവിച്ച് അറിയുവാൻ ഇടയാകി. അത് ഈ ദൈവത്തെ സേവിച്ചതുകൊണ്ടാണ്, ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്, ഈ ഹല്ലേലൂയ ദർശനം എനിക്ക് തന്നതുകൊണ്ടാണ്, ആ പ്രകാശം എന്നോട് സംസാരിച്ചതുകൊണ്ടാണ്. അനേകർക്ക് ഈ പ്രകാശം തമ്പുരാൻ വീണ്ടും കൊടുക്കട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത കരം നീട്ടട്ടെ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക, അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ, ഈ ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമല്ലാതെ മറ്റാരുമില്ലെന്ന് പറയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ എൻ്റെ കൂട്ടുദാസി ഞങ്ങൾ ഒരുമിച്ച് പല പ്രാർത്ഥനകൾക്കും ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്, പലരും ഞങ്ങളെ വിളിക്കുന്നുണ്ട്, പല കൂട്ടായ്മകളിലും ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിനുള്ള അവസരവും ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദിയോട് സ്തുതിക്കുക. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ തമ്പുരാൻ ഈ സാക്ഷി പറയുവാൻ തക്കവണ്ണം അടിയനെയും ഹല്ലേലൂയ എടുത്തുപയോഗിച്ചു. ഇത് കാണുന്നവർക്ക് ഹല്ലേലൂയ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ദൈവം എല്ലാ നന്മകൾ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ. വീണ്ടും ഹല്ലേലൂയ പ്രാർത്ഥന ഹല്ലേലൂയ മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ.